ഹലോ, അക്ബർ അക്കാഡമിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്നേഹത്തോടെ സ്വാഗതം. സെറ്റ് ജനുവരി 2025 പൊളിറ്റിക്കൽ സയൻസ് എക്സാമിന് വേണ്ടിയിട്ടുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സും. കഴിഞ്ഞ ജനുവരി 2024 നടന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ്റെ മൂന്നാമത്തെ പാർട്ടാണ് ഇന്നത്തേത്. ഇതിന് തൊട്ട് മുമ്പേ 2 പാർട്ടുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ അതും കൂടി കണ്ട് പഠിച്ചെടുക്കണം. ജനറൽ പേപ്പറിൻ്റെയും ക്ലാസ്സുകൾ ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാം വളരെ പ്രധാനപ്പെട്ട ക്ലാസ്സുകൾ തന്നെയാണ്. എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിലാണ് ഞാൻ ഓരോ ക്ലാസ്സുകളും അപ്ലോഡ് ചെയ്യുന്നത്. അതുകൊണ്ട് എക്സാമിന് മുന്നേ എല്ലാം കണ്ടു തീർത്ത് എല്ലാം നല്ലതുപോലെ പഠിച്ചു വയ്ക്കണം. നെക്സ്റ്റ് വരുന്നത് 15ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദി ഫോളോവിങ് ഇസ് നോട്ട് എ മെത്തേഡ് ഓഫ് ന്യൂ ഡിപ്ലോമസി? ഓപ്ഷൻ എ പേഴ്സണൽ ഡിപ്ലോമസി, ബി സബ്മിറ്റ് ഡിപ്ലോമസി, സി എക്കണോമിക് ഡിപ്ലോമസി, ഡി ക്ലോസ്ഡ് ഡിപ്ലോമസി. ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ക്ലോസ്ഡ് ഡിപ്ലോമസി. വാട്ട് ഈസ് ഡിപ്ലോമസി? Diplomacy is the art, science and means by which nations, groups or individuals conduct their affairs to protect their interests, promote their political, economic, cultural or scientific relations and to maintain peaceful relations. Diplomacy means നയതന്ത്രം. നയതന്ത്രം എന്നത് കല, ശാസ്ത്രം, രാഷ്ട്രങ്ങളോ ഗ്രൂപ്പുകളോ വ്യക്തികളോ അവരുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും അവരുടെ രാഷ്ട്രീയ, സാമ്പത്തിക, സാംസ്കാരിക അല്ലെങ്കിൽ ശാസ്ത്രീയ ബന്ധങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും സമാധാനപരമായും ബന്ധങ്ങൾ നിലനിർത്തുന്നതിനുമായി അവരുടെ കാര്യങ്ങൾ നടത്തുന്ന മാർഗങ്ങളാണ് ഡിപ്ലോമസി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Diplomacy is the art, science and means by which nations, groups or individuals conduct their affairs to protect their interests, promote their political, economic, cultural or scientific relations and to maintain peaceful relations. Next, new diplomacy. അതായത് പുതിയ നയതന്ത്രം. New diplomacy is a term that describes the changing nature of diplomatic engagement in the modern world. It is often used to describe the transformation of diplomatic practices influenced by a number of factors including technological advances, digitalization, globalization and the rise of non-state actors. ന്യൂ ഡിപ്ലോമസി അഥവാ പുതിയ നയതന്ത്രം എന്നത് ആധുനിക ലോകത്തിലെ നയതന്ത്ര ഇടപെടലുകളുടെ മാറിക്കൊണ്ടിരിക്കുന്ന സ്വഭാവത്തെ വിവരിക്കുന്ന ഒരു പദമാണ്. സാങ്കേതിക പുരോഗതികൾ, ഡിജിറ്റലൈസേഷൻ, ആഗോളവൽക്കരണം, നോൺ സ്റ്റേറ്റ് അഭിനേതാക്കളുടെ ഉയർച്ച എന്നിവയുൾപ്പെടെ നിരവധി ഘടകങ്ങളിൽ സ്വാധീനിക്കപ്പെട്ട നയതന്ത്ര സമ്പ്രദായങ്ങളുടെ പരിവർത്തനത്തെ വിവരിക്കാൻ ഇത് പലപ്പോഴും ഉപയോഗിക്കാറുണ്ട്. ഈ ന്യൂ ഡിപ്ലോമസി എന്നത് New diplomacy is a term that describes the changing nature of diplomatic engagement in the modern world. It is often used to describe the transformation of diplomatic practices influenced by a number of factors including technological advances, digitalization, globalization and the rise of non-state actors. New diplomacy has several characteristics including multilateralism, openness, less formal citizenship, transparency, non-state-centric issues addressed. New diplomacy has several characteristics. ന്യൂ ഡിപ്ലോമസി അഥവാ പുതിയ നയതന്ത്രത്തിന് നിരവധി സ്വഭാവ സവിശേഷതകളുണ്ട്. മൾട്ടിലാറ്ററലിസം അഥവാ ബഹുമുഖവാദം. ന്യൂ ഡിപ്ലോമസി ഈസ് ബേസ്ഡ് ഓൺ മൾട്ടിലാറ്ററൽ പ്രിൻസിപ്പിൾസ് ആൻഡ് ഗോൾസ്. ബഹുമുഖ തന്ത്രങ്ങളുടെയും ലക്ഷ്യങ്ങളുടെയും അടിസ്ഥാനമാക്കിയുള്ളതാണ് പുതിയ നയതന്ത്രം. നെക്സ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഓപ്പൺനെസ്. ദ ന്യൂ ഡിപ്ലോമസി ഈസ് മോർ ഓപ്പൺ ആൻഡ് ഡെമോക്രാറ്റിക് വിത്ത് എ കമ്മിറ്റ്മെൻറ്റ് ടു ദ റൈറ്റ് ഓഫ് സിറ്റിസൺസ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ഫോറിൻ പോളിസി. അതായത് ന്യൂ ഡിപ്ലോമസി എന്നത് കൂടുതൽ തുറന്നതും ജനാധിപത്യപരവുമാണ്. വിദേശ നയത്തിൽ പങ്കാളികളാകാനുള്ള പൗരന്മാരുടെ അവകാശത്തോടുള്ള പ്രതിബദ്ധതയോടെ. നെക്സ്റ്റ് വരുന്നത് ലെസ് ഫോർമൽ. ന്യൂ ഡിപ്ലോമസി ഈസ് മോർ ഫോർമൽ ആൻഡ് റിജിഡ് ദാൻ ട്രഡീഷണൽ ഡിപ്ലോമസി. പരമ്പരാഗത നയതന്ത്രത്തേക്കാൾ ഔപചാരികവും കർക്കശവുമാണ് പുതിയ നയതന്ത്രം. ഫ്ലെക്സിബിൾ അല്ല, റിജിഡ് ആണ് ന്യൂ ഡിപ്ലോമസി എന്ന് പറയുന്നത്.
Citizenship. The new diplomacy involves citizens playing a greater role in international relations. പുതിയ നയതന്ത്രത്തിൽ അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ കൂടുതൽ പങ്ക് വഹിക്കുന്ന പൗരന്മാർ ഉൾപ്പെടുന്നു. Transparency. New diplomacy operates in the open with more emphasis on publicity. ട്രാൻസ്പെറൻസി മീൻസ് സുതാര്യത. പബ്ലിസിറ്റിക്ക് കൂടുതൽ ഊന്നൽ നൽകിയാണ് പുതിയ നയതന്ത്രം അഥവാ ന്യൂ ഡിപ്ലോമസി തുറന്ന് പ്രവർത്തിക്കുന്നത്. നോൺ സ്റ്റേറ്റ് സെൻട്രിക്. ന്യൂ ഡിപ്ലോമസി ഇസ് ദ ലേബൽ ഫോർ മോസ്റ്റ് നോൺ സ്റ്റേറ്റ് സെൻട്രിക് ഡിപ്ലോമസി. നോൺ സ്റ്റേറ്റ് സെൻട്രിക് സംസ്ഥാനേതര കേന്ദ്രീകൃതം. സംസ്ഥാന കേന്ദ്രീകൃതമല്ലാത്ത മിക്ക നയതന്ത്രങ്ങളുടെയും ലേബലാണ് പുതിയ നയതന്ത്രം. Issues addressed. New diplomacy addresses issues such as human rights, humanitarian aid, labor rights, environmental issues and fair trade. പുതിയ നയതന്ത്രം മനുഷ്യാവകാശങ്ങൾ, മാനുഷിക സഹായം, തൊഴിൽ അവകാശങ്ങൾ, പരിസ്ഥിതി പ്രശ്നങ്ങൾ, ന്യായമായ വ്യാപാരം തുടങ്ങിയ വിഷയങ്ങളെ അഭിസംബോധന ചെയ്യുന്നു. After the Cold War, new diplomacy began to emerge in the 1990s with the rise of the internet and the easing of tensions. Lovers of traditional diplomacy have used it as a term of abuse, but it primarily refers to a positive change. ശീതയുദ്ധത്തിന് ശേഷം 1990കളിൽ ഇൻ്റർനെറ്റിൻ്റെ ഉയർച്ചയും പിരിമുറുക്കങ്ങൾ ലഘൂകരിച്ചും പുതിയ നയതന്ത്രം ഉയർന്നു വരാൻ തുടങ്ങി. പരമ്പരാഗത നയതന്ത്രത്തെ സ്നേഹിക്കുന്നവർ ഇത് ദുരുപയോഗം ചെയ്യുന്ന ഒരു പദമായി ഉപയോഗിച്ചു. പക്ഷേ ഇത് പ്രാഥമികമായി ഒരു നല്ല മാറ്റത്തെ സൂചിപ്പിക്കുന്നു. ഈ ന്യൂ ഡിപ്ലോമസി എന്ന ടേം. ന്യൂ ഡിപ്ലോമസി ഹാസ് സെവറൽ ക്യാരക്ടറിസ്റ്റിക്സ് ഇൻക്ലൂഡിംഗ് multilateralism, openness, less formal, citizenship, transparency, non-state centric issues addresses. Next question നോക്കാം. Identify the false statement regarding the British Parliament. Options: A. Parliament must meet twice a year. B. All ministers must come from the House of Commons or Lords. C. All cabinet members should also be members of the Privy Council. D. All money bills of the house must come from the commons. 16ാമത്തേൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. പാർലമെൻറ്റ് മസ്റ്റ് മീറ്റ് ടോയ്സ് എ ഇയർ. ഫാൾസ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്നാണ് അതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. പാർലമെൻറ്റ് മസ്റ്റ് മീറ്റ് ടോയ്സ് എ ഇയർ. ബ്രിട്ടീഷ് പാർലമെൻറ്റ് എന്നുള്ള ടോപ്പിക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ ക്യാബിനറ്റ് ഈസ് എ ഹൈഫൺ ദാറ്റ് ജോയിൻസ് എ ബക്കിൾ ദാറ്റ് ഫാസ്റ്റൻസ് ദ ലെജിസ്ലേറ്റീവ് പാർട്ട് ഓഫ് ദി ഗവൺമെൻറ് ടു ദ എക്സിക്യൂട്ടീവ് പാർട്ട് ഓഫ് ദി ഗവൺമെൻറ്. ഹൂ മെയ്ഡ് ദിസ് സ്റ്റേറ്റ്മെൻറ്റ്? ഓപ്ഷൻസ്: എ. റാംസേ മൂർ. ബി. ഹരോൾഡ് ലാസ്വെൽ. സി. ഐവർ ജെന്നിങ്സും. ഡി. വാൾട്ടർ ബാഗട്ട്. ക്യാബിനറ്റ് അഥവാ മന്ത്രിസഭ എന്നത് ഗവൺമെൻറ്റിൻ്റെ ലെജിസ്ലേറ്റീവ് ബോഡിയെയും എക്സിക്യൂട്ടീവ് ബോഡിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ഹൈഫൺ ആണ്, അല്ലെങ്കിൽ അവയെ തമ്മിൽ ഉറപ്പിക്കുന്ന ഒരു ബക്കിൾ അഥവാ കൊളുത്ത് ആണ് എന്ന് പറഞ്ഞത്. ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. വാൾട്ടർ ബാഗട്ട്. The cabinet is a hyphen that joins a buckle that fastens the legislative part of the government to the executive part of the government. Who made this statement? Answer വരുന്നത് ഓപ്ഷൻ ഡി. വാൾട്ടർ ബാഗട്ട്. Next question. How did Gandhiji define the state? Options: A. മാനുഷിക culmination of ideas. B. Faith of history. C. Organization of violence and power. D. Association of people and families. How did Gandhiji define the state? സ്റ്റേറ്റിനെ കുറിച്ച് ഗാന്ധിജി നിർവചിച്ചത് എങ്ങനെ? മാനുഷിക കൾമിനേഷൻ ഓഫ് ഐഡിയാസും, മാനുഷിക ആശയങ്ങളുടെ പരിസമാപ്തി. ഫെയ്ത്ത് ഓഫ് സൊസൈറ്റി, സമൂഹത്തിൻ്റെ വിശ്വാസം. ഓർഗനൈസേഷൻ ഓഫ് വയലൻസ് ആൻഡ് പവർ, ആക്രമത്തിൻ്റെയും അധികാരത്തിൻ്റെയും സംഘടന. അസോസിയേഷൻ ഓഫ് പീപ്പിൾ ആൻഡ് ഫാമിലീസ്, ജനങ്ങളുടെയും കുടുംബങ്ങളുടെയും കൂട്ടായ്മ. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. മാനുഷിക കൾമിനേഷൻ ഓഫ് ഐഡിയാസും, മാനുഷിക ആശയങ്ങളുടെ പരിസമാപ്തി എന്നാണ് സ്റ്റേറ്റിനെ കുറിച്ച് ഗാന്ധിജി നിർവചിച്ചത്.
ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ ഉൾപ്പെടുത്താം. അതുപോലെ ഇതിന് തൊട്ട് മുമ്പേ ഉള്ള വീഡിയോസ് കാണാത്തവർ അതും കൂടി കണ്ട് നല്ലതുപോലെ പഠിച്ചു വെക്കണം. മുന്നേ ഉള്ള ക്ലാസ്സുകളുടെ ലിങ്കുകൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അതുപോലെ പ്ലേലിസ്റ്റിലും ആഡ് ചെയ്തേക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അതിലെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങളിലേക്ക് എത്തും. അതുപോലെ പ്ലേലിസ്റ്റിലും കയറി സെർച്ച് ചെയ്താൽ ക്ലാസ്സുകളെല്ലാം കിട്ടുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.